ഭാഗം അയോധ്യ മുതൽ മിഥില വരെ. അനേകായിരം വർഷങ്ങൾക്കു മുൻപ് ഭാരതദേശത്തെ ഏറ്റവും ഐശ്വര്യവും ധർമ്മനിഷ്ഠയുമുള്ള രാജ്യമായിരുന്നു കോസലം. അതിന്റെ തലസ്ഥാനമായ അയോധ്യ ഭരിച്ചിരുന്നത് പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച ദശരഥ മഹാരാജാവായിരുന്നു. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അവർക്ക് 4 പുത്രന്മാർ പിറന്നു. കൗസല്യയിൽ രാമൻ, കൈകേയിയിൽ ഭരതൻ, സുമിത്രയിൽ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർ. ഈ 4 സഹോദരന്മാരിൽ ധർമ്മനിഷ്ഠയിലും സൗന്ദര്യത്തിലും ഏറ്റവും തിളങ്ങിനിന്നത് മൂത്ത പുത്രനായ ശ്രീരാമനായിരുന്നു. ബാല്യം മുതൽ തന്നെ അവർ ഗുരുവായ വസിഷ്ഠമഹർഷിയുടെ കീഴിൽ വേദങ്ങളും യുദ്ധതന്ത്രങ്ങളും അടക്കമുള്ള എല്ലാ വിദ്യകളും അഭ്യസിച്ചു. രാമൻ ചെറുപ്പത്തിൽ തന്നെ ശാന്തനും സത്യവാനും ധീരനുമായിരുന്നു. വിശ്വാമിത്രന്റെ രംഗപ്രവേശം. രാജകുമാരന്മാർ യൗവനത്തിലേക്ക് കടന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. താൻ നടത്തുന്ന യാഗത്തിന് വിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കാനായി തന്റെ കൂടെ രാമനെയും ലക്ഷ്മണനെയും അയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹർഷിയുടെ വാക്കുകൾ ദശരഥന് ആദ്യം പ്രയാസമുണ്ടാക്കിയെങ്കിലും രാമൻ സന്തോഷത്തോടെ ലക്ഷ്മണനോടൊപ്പം യാത്ര തിരിച്ചു. രാമൻ മഹർഷിയുടെ യാഗസ്ഥലത്തെത്തുകയും ഭീകരരാക്ഷസിയായ താടകയടക്കം നിരവധി പേരെ വധിച്ച് യാഗത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുകയും ചെയ്തു. ഇതോടെ രാമന്റെ വീര്യം ലോകമെങ്ങും പ്രശസ്തമായി. സീതാ സ്വയംവരം. യാഗരക്ഷയ്ക്ക് ശേഷം വിശ്വാമിത്ര മഹർഷി രാമനുമായി വിദേഹരാജ്യത്തിന്റെ തലസ്ഥാനമായ മിഥിലയിലേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ രാജാവായിരുന്ന ജനകൻ തന്റെ പുത്രിയായ സീതാദേവിക്കായി ഒരു സ്വയംവരം ഒരുക്കിയിരുന്നു. ആ സ്വയംവരത്തിലെ പന്തയം പുരാതനവും ഭീമാകാരവുമായ ശിവന്റെ വില്ലായ പിനാകം കുലയ്ക്കുക എന്നതായിരുന്നു. ആ വില്ല് ചലിപ്പിക്കാൻ പോലും പല പ്രമുഖ രാജകുമാരന്മാർക്കും കഴിഞ്ഞില്ല. എന്നാൽ രാമൻ സദസ്സിൽ പ്രവേശിച്ചു. വിശ്വാമിത്രന്റെ അനുവാദത്തോടെ അദ്ദേഹം ആ വില്ലിനടുത്തെത്തി. രാമൻ ആ വില്ല് ഒട്ടും ആയാസമില്ലാതെ എടുക്കുകയും കുലയ്ക്കുന്നതിനിടയിൽ അത് വലിയ ശബ്ദത്തോടെ 2ആയി ഒടിയുകയും ചെയ്തു. പന്തയത്തിൽ വിജയിച്ച രാമന് ജനകൻ തന്റെ മകളായ സീതയെ വിവാഹം ചെയ്തുകൊടുത്തു. ഇതോടെ രാമന്റെ ജീവിതത്തിലേക്ക് സീത എന്ന ധർമ്മപത്നി കടന്നുവന്നു. വിവാഹശേഷം രാമനും സീതയും ലക്ഷ്മണനും സഹോദരന്മാരും അയോധ്യയിലേക്ക് മടങ്ങി.